യുദ്ധമുഖത്ത് സമ്പൂർണ്ണ നിരീക്ഷണം നടത്താനുതകുന്ന മൾട്ടി യൂട്ടിലിറ്റി റോബോട്ട് വികസിപ്പിച്ച് രാജ്യത്തെ പ്രതിരോധ രംഗത്തെ ശ്രദ്ധ പിടിച്ചുപറ്റി കൊല്ലം സ്വദേശി ആദർശ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. യുദ്ധമുഖങ്ങളിൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കാതെ ശത്രു നീക്കങ്ങൾ നിരീക്ഷിക്കാനും പ്രകൃതി ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകാനും കഴിയുന്ന മൾട്ടി യൂട്ടിലിറ്റി റോബോട്ടുമായി ശ്രദ്ധ നേടുകയാണ് കൊല്ലം സ്വദേശി ആദർശ്. 10 വർഷത്തിലേറെ നീണ്ട ഗവേഷണ ഫലമായി വികസിപ്പിച്ച ഈ റോബോട്ടിന് ഇന്ത്യൻ കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്സിൽ നിന്ന് പേറ്റന്റും ലഭിച്ചിരിക്കുകയാണ്. പ്രതിരോധ മേഖലയിലും ദുരന്ത നിവാരണ രംഗത്തും വലിയ സാധ്യതകളുള്ള ഈ കണ്ടുപിടുത്തം ഇതിനോടകം തന്നെ രാജ്യത്തെ പ്രതിരോധ വിദഗ്ധരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ജോധ്പൂർ IITയിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ MTech നേടിയ മുണ്ടക്കൽ സ്വദേശിയായ ആദർശ് മനുഷ്യന് എത്തിപ്പെടാൻ പ്രയാസമുള്ള പ്രദേശങ്ങളിൽ പോലും സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സംവിധാനമാണ് വികസിപ്പിച്ചിരിക്കുന്നത്. യുദ്ധഭൂമിയിലെ നിരീക്ഷണം മുതൽ ദുരന്തബാധിത പ്രദേശങ്ങളിലെ തെരച്ചിൽ വരെ ഒരേ പ്ലാറ്റ്ഫോമിൽ നിർവഹിക്കാൻ കഴിയുന്ന വിധമാണ് റോബോട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 കിലോഗ്രാം വരെ ഭാരമുള്ള ആയുധങ്ങളോ മറ്റു ഉപകരണങ്ങളോ വഹിക്കാൻ ആദർശ് വികസിപ്പിച്ച മൾട്ടി യൂട്ടിലിറ്റി റോബോട്ടിനാകും. അതിനാൽ അതിർത്തി മേഖലകളിലെ നിരീക്ഷണം, അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ പരിശോധന, സൈനിക ദൗത്യങ്ങൾക്കാവശ്യമായ വിവരശേഖരണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി ഇത് വിനിയോഗപ്പെടുത്താനാകും. മനുഷ്യരുടെ ജീവൻ അപകടത്തിലാക്കാതെ അടിയന്തര ഘട്ടങ്ങളിൽ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഈ സാങ്കേതിക വിദ്യ സഹായകരമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രതിരോധ ആവശ്യങ്ങൾക്ക് പുറമെ പ്രളയം, ഉരുൾപൊട്ടൽ, കെട്ടിടങ്ങൾ തകർന്നു വീഴൽ തുടങ്ങിയ ദുരന്ത സാഹചര്യങ്ങളിലും ഈ റോബോട്ട് ഉപയോഗിക്കാനാകും. വെള്ളക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലും അപകട സാധ്യതയുള്ള ഇടങ്ങളിലും പ്രത്യേക സെൻസർ സംവിധാനങ്ങളുടെ സഹായത്തോടെ ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. മനുഷ്യർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ കൈമാറാനും ഈ റോബോട്ടിന് സാധിക്കും എന്നതുതന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. കരയിലും വെള്ളത്തിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ റോബോട്ടിന്റെ രൂപകൽപ്പന. ഭാവിയിൽ വായുമാർഗവും കൂടി ഉൾപ്പെടുത്തി ത്രിമാന പ്രവർത്തനശേഷിയുള്ള സംവിധാനമാക്കി വികസിപ്പിക്കാനുള്ള ഗവേഷണം പുരോഗമിക്കുകയാണെന്നാണ് ആദർശ് പറയുന്നത്. സമുദ്ര ഗവേഷണം, തീരസംരക്ഷണം, രക്ഷാപ്രവർത്തനം തുടങ്ങിയ മേഖലകളിലും ഈ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ സാധ്യതകളുണ്ടെന്ന് വിശദീകരിക്കുന്നു. റോബോട്ടിന്റെ ഗവേഷണ ഫലങ്ങളും സാങ്കേതിക വിശദാംശങ്ങളും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കൈമാറിക്കഴിഞ്ഞു. പ്രതിരോധ ആവശ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ വരുത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ഭാവിയിൽ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഈ കണ്ടുപിടുത്തം നിർണായക പങ്കുവഹിക്കുമെന്ന പ്രതീക്ഷയാണ് ആദർശ് പങ്കുവയ്ക്കുന്നത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ശ്രദ്ധേയ സംഭാവനകൾ പരിഗണിച്ച് ആദർശിന് APJ അബ്ദുൽ കലാം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്സിൽ നിന്ന് റോബോട്ടിനുള്ള ഔദ്യോഗിക പേറ്റന്റ് ലഭിച്ചതും സുപ്രധാന നേട്ടം തന്നെയാണ്. 10 വർഷത്തെ ഗവേഷണത്തിന്റെയും നിരന്തര പരിശ്രമത്തിന്റെയും ഫലമായാണ് തനിക്ക് ഈ നേട്ടം കൈവരിക്കാനായതെന്നാണ് ആദർശ് പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള യുവ ഗവേഷകരുടെ കഴിവ് ദേശീയ തലത്തിൽ വീണ്ടും തെളിയിക്കുന്നതാണ് ആദർശിന്റെ ഈ കണ്ടുപിടുത്തം. പ്രതിരോധം, ദുരന്ത നിവാരണം, സമുദ്ര ഗവേഷണം തുടങ്ങി നിരവധി മേഖലകളിൽ ഒരേ സമയം ഉപയോഗിക്കാനാകുന്ന മൾട്ടി യൂട്ടിലിറ്റി റോബോട്ട് ഭാവിയിൽ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്ക് കരുത്തേകുമെന്ന പ്രതീക്ഷയും ഉയരുകയാണ്. തേടി തനിനിറം.